പാനൂരിൽ CPM പ്രവർത്തകൻ ഷെറിൻ കൊല്ലപ്പെട്ട ബോംബ് സ്ഫോടനത്തിൽ നിന്ന് തലയൂരാനും പ്രതികളായി പിടികൂടിയ CPM DYFI നേതാക്കളുടെ രക്ഷയ്ക്കുമായി പെടാപ്പാടുപെടുകയാണ് CPM. അറസ്റ്റിലായ DYFI മുൻ യൂണിറ്റ് സെക്രട്ടറിയും റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനുമായ അമൽ ബാബുവിനെ രക്ഷിക്കാനുള്ള സൂചനകളും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇറക്കിയ ക്യാപ്സ്യൂളിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നടത്തിയ പ്രതികരണങ്ങൾ സംഭവത്തിൽ പാർട്ടിയുടെ പങ്ക് ലഘൂകരിക്കാനുള്ള ശ്രമമെന്നതും വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ നടന്ന സ്ഫോടനത്തിൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും കേസിൽ DYFI കൂന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർ അറസ്റ്റിലായതും CPMനെ തീർത്തും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധമില്ലെന്ന് പാർട്ടി ആവർത്തിക്കുന്നതിനിടെ പിടിയിലായവർ CPM DYFI പ്രാദേശിക നേതാക്കളും സജീവ പ്രവർത്തകരുമാണെന്നത് നിഷേധിക്കാൻ CPMന് പറ്റാത്ത തെളിവുകളാണ് ഇതിനകം പുറത്തുവന്നത്. ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പ്രാദേശിക CPM നേതാക്കളും KP മോഹനൻ MLAയും പങ്കെടുത്തുന്നതിനെ മനുഷ്യത്വത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. MV ഗോവിന്ദനാകട്ടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് DYFI പ്രവർത്തകർ പോയത് രക്ഷാപ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞ് ഒരു പടി കൂടി മുന്നോട്ട് കയറി ന്യായീകരിച്ചിരിക്കുകയാണ്. ഷെറിന്റെ വീട്ടിലെ നേതാക്കളുടെ സന്ദർശനം മനുഷ്യത്വപരമെന്നും ഗോവിന്ദൻ ആവർത്തിച്ചിട്ടുണ്ട്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിന്റെ വീട് CPM നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വത്തിന്റെ ഭാഗമായി കണ്ടാൽ മതി. അതിനർത്ഥം ചെയ്ത കുറ്റത്തോട് മൃദു സമീപനം ഉണ്ടെന്നല്ല. കുറ്റവാളികളോട് മൃദു സമീപനം കാണിക്കുന്നതാണ് തെറ്റ്. നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിയമപരമായി ശക്തമായ നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകും. വീട്ടിനടുത്ത് ഒരാൾ മരിച്ചാൽ ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെങ്കിലും അടുത്തുള്ളവർ പോകില്ലേ, അത് സ്വാഭാവിക നടപടിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എവിടെയോ ബോംബ് പൊട്ടിയത് CPMന്റെ തലയിൽ വയ്ക്കാനുള്ള ശ്രമമാണ്. സ്ഫോടനത്തിൽ മരിച്ചയാളുടെ വീട് CPM നേതാക്കൾ സന്ദർശിച്ചതാണ് വിവാദം. ആപത്തുണ്ടാകുമ്പോൾ അവിടെ പോകുന്നതും കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതും മനുഷ്യത്വമാണ്. CPM പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിലെ പ്രതികളാണ് ബോംബ് നിർമ്മിച്ചവരും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരും. പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നത് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. എല്ലാം ചിതറിക്കിടക്കുന്ന ബോംബ് പൊട്ടിയ സ്ഥലത്ത് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ മുൻപന്തിയിൽ നിന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ എത്തിച്ച DYFI സഖാവിനെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ ധാരണ വേണം. ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം പോലും കുറ്റകൃത്യ പട്ടികയിൽപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ ആകില്ലല്ലോ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണിത്. CPMനെതിരെയുള്ള പ്രചാരണം മനുഷ്യത്വം തൊട്ടുതോണ്ടിയിട്ടില്ലാത്തതാണ് എന്നാണ് ഗോവിന്ദൻ തിങ്കളാഴ്ച വൈകിട്ട് ഇറക്കിയ ക്യാപ്സ്യൂള്. അതേസമയം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യ സൂത്രധാരൻ DYFI കൂന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ K. അക്ഷയ് എന്നിവരെയാണ് അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് ACP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായി എന്നാണ് പോലീസ് പറയുന്നത്. DYFI മീത്തല കൂന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, മുളിയാത്തോട്ടെ CPM പ്രവർത്തകൻ കരിപ്പന വീട്ടിൽ മിഥുൻ എന്നിവർ ഉൾപ്പെടെ 6 പേരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത്, വിനോദ, വിനീഷ് എന്നിവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. സ്ഫോടനം നടന്നയുടനെ ഒളിവിൽ പോയ ഷിജാലിനെ കണ്ടെത്താൻ 3 ദിവസമായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടെ ഉദുമൽപേട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഇരുവരെയും പാലക്കാട് അതിർത്തിയിൽ വെച്ചാണ് പിടികൂടിയത്. മരിച്ച ഷെറിൽ ഉൾപ്പെടെ 12 പേരാണ് കേസിൽ പ്രതികളെന്നും പോലീസ് പറയുന്നു.